തിരുവല്ല സെന്റ് മേരീസ് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന ആഘോഷ പരിപാടികൾ ഓഗസ്റ്റ് 12-ന് ആരംഭിക്കും. സ്കൂൾ സ്ഥാപകനായ ഡോക്ടർ പി.ടി. എബ്രഹാമിന്റെ അനുസ്മരണാർത്ഥം ഒരു അധ്യയന വർഷം നീണ്ടു നിൽക്കുന്ന സംസ്ഥാനതല കലാകായിക മത്സരങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. തിരുവല്ല സെന്റ് മേരീസ് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പളാണ് ഞാൻ, മിനി ജേക്കബ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ വിലയേറിയ സമയം ഇവിടെ ചെലവഴിക്കാനായിട്ട് എത്തിയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഞാൻ വെൽക്കം ചെയ്യുന്നു. ഞങ്ങൾ 50 വർഷം പൂർത്തിയാക്കി. ഈ വർഷമാണ് ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻസ് ഞങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 12-ാം തീയതി 10:30 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് ഡോക്ടർ ടി.പി. ശ്രീനിവാസൻ IFS, ഫോമർ അംബാസിഡർ ഓഫ് ഇന്ത്യ ആണ് ഇനോഗ്രൽ ഫംഗ്ഷൻ നിർവഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ആന്റണി സാറും മാത്യു ടി. തോമസ് സാറും ചടങ്ങിൽ സംബന്ധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സൺ മിസസ് അനു ജോർജ്, ഞങ്ങളുടെ വാർഡിൻ്റെ കൗൺസിലർ പൂജ ജയൻ, ഇവരൊക്കെയും ആ മീറ്റിങ്ങിൽ അന്ന് സംബന്ധിക്കുന്നതായിരിക്കും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ഈ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് അടുത്ത ദിവസവും കുട്ടികൾക്ക് വേണ്ടി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഓൾ കേരള ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻസ് സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ സ്കൂൾ മുഴുവനായിട്ട്, അതായത് വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെൻറ്റും അലൂമിനിയും കൂടെ ചേർന്ന് ഒരു വീട് പണിത് കൊടുക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ആർക്കാണെന്നുള്ള കുറേ ആപ്ലിക്കേഷൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ഡിസേർവ് ആയിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു വീട് ഞങ്ങൾ നേരിട്ട് സൂപ്പർവൈസ് ചെയ്ത് പണിത് കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നീട് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻസ് ഓണത്തിനോടനുബന്ധിച്ചും കോമ്പറ്റീഷൻസ് ഉണ്ടാവും, ക്രിസ്മസിനോടനുബന്ധിച്ചും കോമ്പറ്റീഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഡിസംബറിൽ സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് അതിൻ്റെ ക്ലോസിംഗ് സെറിമണി നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് പല അവസരങ്ങളിലും കിട്ടിയിട്ടുണ്ട്. അത് മാനേജ്മെൻറ്റ് പ്രത്യേകം അതിന് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനിയുള്ള ഞങ്ങളുടെ എല്ലാ പരിപാടികളിലും തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞങ്ങൾക്ക് തരണം. ഇത് ഞങ്ങളുടെ മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവാണ് സച്ചിൻ ഫിലിപ്പ്, അഡ്മിനിസ്ട്രേറ്ററാണ്. ബേബി സാറിൻ്റെ കൊച്ചുമോനാണ്. നിങ്ങൾക്കറിയാം, ഡോക്ടർ പി.ടി. എബ്രഹാം ബേബി മുളമൂട് സാറിൻ്റെ മകളാണ് ഇപ്പോൾ അവിടുത്തെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. സാറിൻ്റെ മൂത്ത മകനാണ് സെക്രട്ടറി സരോഷ് പി. എബ്രഹാം സാറ്. സാറ് തിരുവനന്തപുരത്താണ്. അവിടെ ഇരുന്നാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പിന്നെ ചെയർമാനായിട്ട് ബേബി സാറിൻ്റെ സഹോദരൻ എലിയ സാറ് ക്യാമ്പസിൽ തന്നെയുണ്ട്. മാനേജർ വത്സമാമിൻ്റെ മക്കൾ 2 പേരും സച്ചിൻ ആൻഡ് സ്വരൂപ അവിടെ അഡ്മിനിസ്ട്രേറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരാണ് സ്കൂളിലെ വല്ലാതുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങളെ സഹായിക്കുന്നത്. പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ എല്ലാം കോർഡിനേറ്ററായിട്ട് നിങ്ങൾക്ക് ഏവർക്കും പരിചിതനായ മോജി സാറും പ്രവർത്തിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പ്രധാനമായിട്ട് പറയാനുള്ളത്. ബേബി സാറ്, ബേബി മുളമൂട്ടിൽ ഡോക്ടർ പി.ടി. എബ്രഹാം ഈ സ്കൂള് സ്ഥാപിച്ചത്. തിരുവല്ലയിലെ സ്കൂളാണ് ആദ്യം സ്ഥാപിച്ചത്. അതിനുശേഷം സാറ് 1987-ലാണ് ബ്രാഞ്ച് സ്കൂൾസ് തുടങ്ങിയത്. സാർ ആദ്യം ഒരു ട്യൂട്ടോറിയൽ കോളേജായിട്ടാണ് ഇത് തുടങ്ങിയത്. ഒരു ഓല ഷെഡിലായിരുന്നു തുടങ്ങിയത്. സാർ പല സ്ഥലങ്ങളിലും ഒരു ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട, വളരെ ആ ഒരു പല സ്റ്റേജസിൽ കൂടി കടന്നു വന്ന് അങ്ങനെ ഉയർന്നു വന്ന ഒരു സ്ഥാപനമാണ്. അപ്പം നമ്മൾ ഇപ്പം അക്കാഡമിക്കലി ആണെങ്കിലും മറ്റ് സമൂഹത്തിന് ഓരോ സർവീസ് ചെയ്യുന്ന കാര്യത്തിലും എല്ലാം സെന്റ് മേരീസ് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ തന്നെയാണ് പോകുന്നത്. ആ സാറിൻ്റെ ആ ഒരു ദീർഘവീക്ഷണം അത് സാറിൻ്റെ മക്കളിൽ കൂടെ ഇപ്പോഴും സാറിൻ്റെ സഹോദരനും തുല്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ സാറിൻ്റെ സഹോദരനാണ് ചെന്നൈയിലെ സെന്റ് മേരീസ്
ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ബേബി സാറ് സ്കൂള് തുടങ്ങിയത്. അത് വളരെ വിജയകരമായിട്ട് മുമ്പോട്ട് പോകുന്നു. 2002 വിമൻസ് കോളേജ് ആ ക്യാമ്പസിൽ തന്നെ തുടങ്ങി. 2005 ഒരു BEd കോളേജും തുടങ്ങിയിട്ടുണ്ട്. അതും സെൻറ് മേരീസ് ക്യാമ്പസിൽ തന്നെയുണ്ട്. ചെയർമാൻ ഏരിയാസ് തോമസ്, സെക്രട്ടറി സരോഷ് പി എബ്രഹാം, പ്രിൻസിപ്പൽ മിനി ജേക്കബ് ഫിലിപ്പ്, അഡ്മിനിസ്ട്രേറ്റർമാരായ സച്ചിൻ ഫിലിപ്പ്, സരൂപ് എബ്രഹാം, ജനറൽ കോർഡിനേറ്റർ മോജി സക്രിയ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു.